ജോസ്കോ ജ്വല്ലേഴ്സ് അല്ലേ ഇത്? Sometimes we may not able to do what we want for our family, but we can share good memories with them so that we don't have any worries in the future. അപ്പോൾ സമയം ഞാൻ വിചാരിച്ചാലും പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഉള്ള സമയം സ്പെൻഡ് ചെയ്യാം ഫാമിലി ആയിട്ടെന്ന് ഞാനൊരു സമയത്ത് അങ്ങ് ഡിസൈഡ് ചെയ്തു. Hello, Malayali. Ishu, say hi. ഇത് കൗണ്ടറിൽ പോയിട്ട് നമുക്ക് ക്രിസ്മസ് ആയതുകൊണ്ട് മോസ്റ്റ്ലി ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ സ്കൂട്ടറിലാണ് പോവാറ്. ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം അവിടെ ഉണ്ടാവും. പക്ഷെ ഇപ്പം ഓൾ അബൌട്ട് ലുലു മോള് ആണ്, പിന്നെ ട്രാവൻകൂർ ആണ്, അവിടെയൊക്കെയാണ് മോസ്റ്റ്ലി പ്രോഗ്രാംസ് ഒക്കെ നടക്കാറ്. എന്തെങ്കിലും മേടിക്കാമോ? നോൺ വെജ് റിട്ടേൺ വരുമ്പോൾ മേടിച്ചാൽ പോരെ. നോൺ വെജ് എൻ്റെ ചേച്ചിയുടെ മോള് ദീഷും ശബരിമലയിൽ പോവാണ്. അതുകൊണ്ട് ആക്ച്വലി നമ്മൾ നോൺ വെജ് ഐറ്റംസ് കഴിക്കുന്നില്ലേ. ത്യാഗമെന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ചെടുക്കണ്ടേ, അതാണ്. വെജിറ്റബിൾ വെജ് ഉണ്ട് വേണോ? എഴുതിച്ചു വേണോ? വെജ് ഉണ്ടോ? എന്ത് വെജാ ഉള്ളത്? കോളിഫ്ലവറിന് എന്ത് മേടിക്കണം? ബർഗറില് ചിക്കൻ ഉണ്ടാക്കി കഴിക്കണ്ട അല്ലേ ദിശു? ഒരു മിനിറ്റ്, ദിശു പറഞ്ഞ ഒന്നും കേൾക്കാൻ കഴിയില്ല. ഇതിൽ പറ. കട്ട്ലേറ്റ് വേണോ? ഓക്കെ ഓക്കെ ഓക്കെ. വെജിറ്റബിൾ മതിയാ? അതെ. വേണോ കൂസ് എന്തെങ്കിലും? ബർഗർ ഞാൻ മേടിച്ചോളാം. അത് ഞാൻ മേടിച്ചോളാം. കോഫിയാ? അമ്മ കോഫിയാട്ടോ കുടിക്കുന്നത്. ദേശു എന്ത് കഴിക്കണം? എന്ത് കഴിക്കണം? സാൻഡ്വിച്ച് പറ. സാൻഡ്വിച്ച്, ബർഗർ, കുഞ്ഞിട്ട് അയ്യോ ജിംഗിൾ ബെൽ കോഫി. അച്ഛന് ചായ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ചായ ചായ ചിയേഴ്സ്. വരാം. ഡെയിലി ഒരു ഇൻകം അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചൂസ് ചെയ്ത ഫീൽഡിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഐ സ്റ്റിൽ റിമെമ്പർ ഒരു 7 വർഷമായിട്ട് കൊച്ചിയിലും നാട്ടിലുമായിട്ട് മാറി മാറി ഞാൻ നിൽക്കുന്നുണ്ട്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ചില സമയങ്ങളിൽ എനിക്ക് മേടിക്കാൻ പറ്റും, ചില സമയങ്ങളിൽ ഐ കാണ്ട്. കോൾഡാട്ടോ. ചക്ക ചക്ക ആ ചക്ക അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. എവിടെ കിട്ടിയാലും അച്ഛൻ ചക്ക മേടിക്കും. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചില സമയങ്ങളിൽ ഞാൻ സ്ട്രക്ക് ആയിട്ടുണ്ട്. വീട്ടിൽ ചോദിക്കാൻ തന്നെ ഞാനിങ്ങനെ ആലോചിച്ചിരുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ ഐ തിങ്ക് സോ, ഐ ഡോണ്ട് നോ, ബ്ലസ് ഓഫ് ഗോഡ്, ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 9 ഇയേഴ്സ് സർവൈവ് ചെയ്തത്. കാരണം ഒരു ബേസിക് നമുക്ക് ഡെയിലി ഇൻകം എനിക്കുണ്ടായിരുന്നില്ല. അത് എന്നെ പോലൊരു പേഴ്സണ് കുറച്ച് ടഫായിരുന്നു മുന്നോട്ട് പോകാൻ. ഇപ്പോഴും ചില സമയങ്ങളിൽ ഞാനത് ഫേസ് ചെയ്യുന്നുണ്ട്. ഞാനിത് പബ്ലിക്കായിട്ട് പറയാൻ കാരണം നമ്മൾ എന്തിനാണ് ഹൈഡ് ചെയ്യുന്നത്? എല്ലാ ജോബിൻ്റെയും അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും പറയേണ്ടതായുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഡ്രസ്സിന്റെ കാര്യമോ പറയുന്നത്? എന്തൊക്കെയോ ഓഫർ ഉണ്ട്, എപ്പോഴും എന്റെ അമ്മ ഓഫർ കാണുമ്പോ നോക്കി നിൽക്കും. പിന്നെ അച്ഛനെ അത് കാണിക്കുന്ന സ്ഥിരമായിട്ടുള്ള ഒരു കാര്യം, അങ്ങനെ ഓഫർ കാണിക്കുകയാണ്. ലുലു മോൾ അല്ലെങ്കിൽ ട്രാവൻകൂർ അല്ലെങ്കിൽ രാമചന്ദ്രൻ അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഇപ്പൊ ചേച്ചിക്ക് സൺഡേ ആണ് ഫ്രീ. പിന്നെ ദീഷു ആയിരുന്നാലും അച്ഛനായിരുന്നാലും അമ്മയായിരുന്നാലും എല്ലാവരും ടോട്ടലി ഫ്രീ ആവുന്ന ഒരു ദിവസമായി മാറി സൺഡേ. അപ്പൊ പിന്നെ നമ്മള് ആ ദിവസമാണ് യൂഷ്വലി ഷോപ്പിങ്ങിന് പോവുക. വീക്കിലി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് വാങ്ങുന്നത് സൺഡേ ദിവസമായിരിക്കും. അങ്ങനെ ഒന്നും വാങ്ങിയില്ല, വാങ്ങാൻ പുറത്ത് പോകാൻ പറ്റിയില്ല, അങ്ങനെയുള്ള ഒരു സാഹചര്യം ആണെങ്കിലാണ് ആക്ച്വലി നമ്മള് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാറ്. പോയി തന്നെയാണ് വാങ്ങുന്നത്. എന്തോന്ന് പറയാനാ, എന്താണ് ഷോപ്പിങ്ങിലാണോ ആണോ? എന്തോ വാങ്ങാൻ പോണേ ക്രിസ്മസ് ആയിട്ടോ? ആ ഓക്കെ. അമ്മ വൈന് കാണിച്ചില്ല. വൈനുണ്ട് ഒത്തിപ്പിക്കുവല്ലേ. വൈനല്ലേ, വൈനിന്റെ ഒരു ശേഖരം. അതെ, വാങ്ങാം. എത്ര റേറ്റ് എത്ര കാണിക്കുന്നു? ഏ ഒമ്പത് പച്ചം മോളെ. എപ്പം പൈസ എപ്പം ഇല്ല പൈസ. കാണാമോ അമ്മേ, കാണാമോ? 9 വർഷമായിട്ടാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഉള്ളത്. ഒരു പെർമനന്റ് ജോബ് അല്ല, ഇടയ്ക്കിടയ്ക്ക് വരും ഇല്ല. അപ്പൊ കൊച്ചിയില് അമ്മ ഉണ്ടാകുമ്പോഴും ചിലപ്പം അച്ഛൻ അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും ഒക്കെയാണ് എൻ്റെ കൂടെ ഉണ്ടാവാറ് കൊച്ചിയില്. ഇല്ല, അപ്പോ ആ സമയങ്ങളില് അമ്മയ്ക്കും ദേഷ്യമുണ്ടാ? ദേഷ്യമില്ല, ജയിക്കും ഒരു ദിവസം. കിട്ടുന്നത് ജയപരാജയം ഒക്കെ നോക്കണ്ട, ഈ പാടുവൊക്കെ എന്നാണ് പറയുന്നത്. ബാക്കി ദൈവത്തിന്റെ കയ്യിലല്ലേ. അച്ഛൻ പഠിച്ചു. 1 തീയതി വരെ ഇവിടെ ഓഫേഴ്സ് ഉണ്ടെന്ന് അമ്മ ഇവിടെ വായിച്ചു, അതാ അമ്മ പറയണേ. എവിടെ തീഷുവിനെ എപ്പോഴും ശ്രദ്ധിക്കണം. തീഷു എപ്പോഴും എന്റെ ചേച്ചിയുടെ പുറകെ കാണും, പക്ക. അവളെ കണ്ടുപിടിക്കാൻ പാടല്ല, ചേച്ചിയുടെ കൂടെ തന്നെ കാണും. ഇപ്പൊ എന്റെ അമ്മയെ കാണുന്നില്ല. എന്തുവാ ഇവിടെ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ഇതെന്തേനാ, എന്ത് പറയണ? ഇതെന്താ? ഇതെവിടെ വണ്ടി ഓടിച്ചു പോകുന്നേ? എന്ത് പറയണ? ദിഷുവും ഞാനും കൂടെ ഉള്ള ഒരു ടോക്ക് ഓഫ് ചെയ്യാൻ. എന്ത് പറയണേ, എന്താ പറയുന്നേ? ഇനി എന്തെങ്കിലും ഒരു ഫുഡ് മേടിക്കാന്ന് വിചാരിക്കുന്നു. പല സിറ്റുവേഷൻസ് എല്ലാവരും കടന്നു പോകുന്നുണ്ടായിരിക്കാം, പക്ഷെ കുറച്ച് ടൈം ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് മൈൻഡിന് കുറെ റിലീഫ് എനിക്ക് ഉണ്ടാവുന്നുണ്ട്. എനിക്കൊന്നും എന്റെ ഫാമിലിയെക്കാളും എനിക്കാണ് അത് ആവശ്യമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അവർക്ക് അതുണ്ടോ ഇല്ലേന്ന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, ഇപ്പൊ അവര് കേൾക്കുന്നുണ്ട്. എനിക്ക് അവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. ബിക്കോസ് ഫാമിലി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മറ്റൊരാള് ടേക്ക് കെയർ ചെയ്യാന്ന് പറയുന്നത് നമ്മള് ഒരു ലൈഫ് പാർട്ട്ണർ ആണ് വരുന്നത്. അതിനെപ്പറ്റി ഒന്നും ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നില്ല. അപ്പോ ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്ന നല്ല മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു കുറച്ച് ദിവസത്തേക്ക് മാത്രമുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും കാണുമ്പോൾ മാത്രമുള്ള ഒരു കാര്യമാണ്. എപ്പോഴും അത് ഉണ്ടാവണമെന്നില്ല. അപ്പോ യെസ്, അച്ഛനാ? അച്ഛന് കവർ കിട്ടിയെന്ന്. കവര് കിട്ടിയ അച്ഛന് അല്ലേ?
ഇറ്റ്സ് സോ നൈസ്. പോവാം. അപ്പൊ നമ്മള് യാ യൂബറിലാണ് വന്നത്. അപ്പൊ തിരിച്ച് യൂബർ ചേച്ചിയുടെ ഫോണിൽ നിന്ന് ബുക്ക് ചെയ്തു. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എടുക്കുന്നത്, എൻ്റെ കയ്യിൽ ചാർജ് ഭയങ്കര കുറവാണ്. സോ ഞാനിപ്പം എടുക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് ഈ പറയുന്നത് പോലെ ബാക്കി അങ്ങോട്ട് പോകുന്ന ബാക്കി വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഗോപുസ് അവിടെയല്ല, അവിടെയാണ് വരുന്നതെന്ന്. പോ അങ്ങ്, ഇവിടെ അല്ലല്ല, പോ. അപ്പൊ ശരി ഗായ്സ്, ബ്ലോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്.